സാധാരണ നമ്മൾ പലവരും നമ്മളോട് ചോദിച്ച്, നമ്മളും ചിലപ്പോൾ മറ്റു പല വ്യക്തികളോടും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലേ? പലവരും ചോദിക്കാറല്ലേ? സാധാരണ വിശ്വാസികളുടെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നതാണ്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, സ്ഥാനപ്പെട്ടിട്ടുണ്ടോ അല്ലേ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ. ആക്ച്വലി രക്ഷ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് യഥാർത്ഥമുള്ള രക്ഷ? ഈജിപ്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ മോചിപ്പിച്ചപ്പോൾ അവിടെ ഒരു രക്ഷ ഉണ്ടായിരുന്നോ? They were saved അല്ലേ? ഈജിപ്തിലെ ആ കഠിന ബന്ധനത്തിൻ്റെയും ആ അടിമത്തത്തിൻ്റെയും ആ തീച്ചൂളയിൽ നിന്ന് അവർക്കൊരു രക്ഷയുണ്ടായിരുന്നു. ആരൊക്കെ വിശ്വസിക്കുന്നത്? അപ്പോൾ അവരെല്ലാം അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ ആ രക്ഷിക്കപ്പെട്ടവരിൽ എത്ര പേര് യഥാർത്ഥ രക്ഷയിലേക്ക് പ്രവേശിച്ചു? Are you with me? ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, പക്ഷേ യഥാർത്ഥ രക്ഷയിലേക്കും യഥാർത്ഥ ജീവനിലേക്കും ദൈവത്തിൻ്റെ വചനം പറയുന്നത് 20 വയസ്സിൽ കൂടുതലുണ്ടായിരുന്ന അന്ന് അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടവരിൽ വളരെ ചുരുക്കം പേര് മാത്രമേ യഥാർത്ഥ ആ രക്ഷയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. നമ്മൾ ഈ രക്ഷ എന്ന് പറയുന്ന ഒരു ഇത് നോക്കാൻ 2 പാർട്ടായിട്ട് വയ്ക്കാം, 2 ഭാഗമായിട്ട് വയ്ക്കാം. ഒന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതും മറ്റേത് രക്ഷ പൂർത്തീകരിക്കുന്ന എവിടെയാണ്? കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പോൾ 2 തരത്തിലുണ്ട്. ഒരു രക്ഷ ഈസ് എ ബിഗിനിങ്, പക്ഷെ അത് അവസാനമായിട്ടില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, ദറ്റ് രക്ഷ എന്ന് പറയുന്നത് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. അല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പണ്ടെവിടെ ഒരു ധ്യാനം കൂടിയപ്പോൾ സംഭവിച്ച ഒരു കാര്യമല്ല ഒരു രക്ഷ. രക്ഷ എന്ന് പറയുന്നത് ജീവിക്കേണ്ട ഒരു അനുഭവമാണ്. Are you with me? രക്ഷ ഒരു ജീവിക്കേണ്ട ഒരു അനുഭവമാണ്. You have to live your salvation. Hello, are you with me? You have to live your salvation so that when you reach the gates of the promised land, you are still alive. അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ മരിച്ചു വീണ ആ ജനത്തെ പോലെ ആയിരിക്കും. കാനാൻ ദേശത്ത് ആ ജനം എത്തിയപ്പോൾ അവര് ദൂരെങ്ങോ മരിച്ചു വീണു. സോ രക്ഷ എന്ന് പറയുന്നത് ഇത് സംതിങ് വിച്ച് യു ഹാവ് ടു ലിവ്. അതിന് ഞാൻ 1-2 വചനങ്ങളിൽ മാത്രമേ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കറിയാം, ലാസറസിനെ ദൈവം ഉയർപ്പിച്ചോ? ലാസറസ് മരിച്ചിരുന്നോ? തീർച്ചയായിട്ടും മരിച്ചു. ലാസറസിനെ ദൈവം സ്നേഹിച്ചിരുന്നോ? തീർച്ചയായിട്ടും സ്നേഹിച്ചിരുന്നു. ലാസറസിനെ ദൈവം ഉയർപ്പിച്ചോ? തീർച്ചയായിട്ടും ഉയർപ്പിച്ചു. പക്ഷെ ആ ഉയർപ്പിൽ തന്നെ, ആ ജീവൻ കൊടുത്തൽ തന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം നമ്മൾ 38 മുതൽ വായിക്കുമ്പോഴാണ് ആ വചനങ്ങളൊക്കെ വരുന്നത്. എങ്കിലും അധികം സമയമില്ലാത്തതുകൊണ്ട് നേരെ ആ വചനത്തിലേക്ക് പോകാം. 42 ഇങ്ങനെയാണ് പറയുന്നത്. ആൻഡ് ഐ നോ ദാറ്റ് യു ഓൾവേസ് ഹിയർ മീ, ബട്ട് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് ബൈ ഐ സെഡ് ദിസ്, ദാറ്റ് ദേ മേ ബിലീവ് ദാറ്റ് യു സെൻഡ് മീ. അവർ എന്നിൽ വിശ്വസിക്കണമെന്ന്. കാരണം അതിനു മുമ്പ് 40-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഇഫ് ഓൺലി യു കുഡ് ബിലീവ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്, ആ രക്ഷയുടെ യാത്ര നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? എന്ത് വഴിയാണ്? വിശ്വാസം വഴിയാണ്. അല്ലാതെ ഞാൻ ഒരിക്കൽ രക്ഷപ്പെട്ട വ്യക്തിയാണെന്നല്ല. ദൈവത്തിൻ്റെ വചനം റോമാർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നു, നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആ രക്ഷയുടെ അനുഭവം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? യു ഹാവ് ടു ബിലീവ്. 40-ാമത്തെ വചനം വായിക്കോ, യോഹന്നാൻ 11:40. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, ഈ രക്ഷയുടെ ജീവിതത്തിൽ ആർക്കൊക്കെ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹമുണ്ട്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ പാർട്ട് ഓഫ് രക്ഷ, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഫസ്റ്റ് ബിഗിനിങ്ങിൽ നിന്ന് യു ആർ ആക്ച്വലി കണ്ടിന്യൂയിങ് എ ജേർണി. സഹോദരി, ഞാൻ പറയുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ആരംഭത്തിൽ മുതൽ നമ്മൾ ആ അവസാനം വരെ എത്തുന്നത് വിശ്വാസം വഴിയാണ്. ഹല്ലേലൂയ. സിസ്റ്റർ 43-ാമത്തെ വചനം ഒന്ന് വായിക്കോ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യേശു വളരെയധികം സ്നേഹിച്ച ലാസറസ് മരിച്ച വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് യേശുവിന് ജീവൻ കൊടുക്കുവാനായിട്ട് യേശുവിന് താല്പര്യമുണ്ടായിരുന്നു. ഹി ഹാഡ് എ ഡിസയർ. സഹോദരി, നമ്മളുടെ ഓരോരുത്തരും ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് നമ്മൾക്ക് അവിടെ വന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ടെങ്കിൽ എന്തും സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. കാരണം നമ്മൾക്കറിയാമല്ലോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഇഫ് ഓൺലി യു ബിലീവ്
ബിലീവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സാധിക്കും, അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കുരുടന്മാരെ 2 വ്യക്തികളോട് ദൈവം ചോദിച്ചു, എനിക്കിത് ചെയ്യുവാൻ കഴിവുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവർ ഏറ്റു പറഞ്ഞു, ഉവ്വ് കർത്താവേ, നിനക്ക് ചെയ്യുവാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ആരൊക്കെ വിശ്വസിക്കുന്നത്? അവർ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് ആ ദൈവത്തിന് നിറവേറി തരുവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ദൈവം യേശു എന്ന് പറഞ്ഞു, ലാസറസിനോട് പറഞ്ഞു, ലാസറസേ നീ പുറത്തു വരിക എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ലാസറസ് എന്ത് ചെയ്തു? ലാസറസ് എന്ത് ചെയ്തു? ലാസറസ് പുറത്ത് വന്നു. എങ്ങനെയാ വന്നത്? ഇങ്ങനെ വന്നോ? ഇല്ല. ലാസറസ് വന്നത്, ഹല്ലേലൂയ, TD Jakesന്റെ ഒരു ടോക്കിൽ ഞാൻ കണ്ടതാണ്. ലാസറസ് എങ്ങനെയാ വന്നതെന്നറിയാവോ? ലാസറസ് വന്ന് ഇങ്ങനെയാ, കാരണം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ലാസറസിനെ. ഹല്ലേലൂയ. TD Jakes നമുക്കറിയാമല്ലോ, ഇത്രയും വണ്ണമുണ്ട്. അയാൾ ഇത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വാസ് എ സൈറ്റ് ടു സീ ദാറ്റ്. അപ്പൊ ലാസറസെ കം ഫോർത്ത് എന്ന് പറഞ്ഞപ്പോൾ ലാസറസ് ഒബേയ്ഡ് ദാറ്റ് വേർഡ്, brought life into ലാസറസ്. അപ്പൊ ലാസറസ് ഇങ്ങനെ വന്നു. പല വ്യക്തികളും വിശ്വാസികളും ഇതിങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. ഇങ്ങനെയാണ്. ഹലോ, are you with me? അവിടെ ക്രിസ്ത്യ ജീവിതം ഇങ്ങനെയാണ് നയിക്കുന്നത്. കെട്ടിയിട്ടിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്, പക്ഷെ അവർക്ക് ജീവനുണ്ട്. ഹലോ, are you with me? There is no freedom. ബന്ധിതരായ വിശ്വാസികൾ, ഹലോ, ബന്ധനത്തിലുള്ള വിശ്വാസികൾ, നുകങ്ങൾ ചുമക്കുന്ന വിശ്വാസികൾ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ വലിയ വ്യക്തികളെ അറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ എല്ലാവർക്കും കുറെ ബന്ധനങ്ങളുണ്ട്, കുറെ നുകങ്ങളൊക്കെ ചുമന്ന് ഇങ്ങനെ ഭാരപ്പെട്ട് നടക്കുന്ന വ്യക്തികളാണ്. ലാസറസ് എങ്ങനെ നടന്നു? ലാസറസ് എങ്ങനെ എന്നാ പറയുന്ന ടൂമിൽ നിന്ന് എങ്ങനെ വന്നു? അതുപോലെ ചാടി കൈയും കാലും കെട്ടി, മുഖമൊക്കെ മൂടി, കണ്ണും മേലെ കണ്ണും കാണാൻ മേല, അങ്ങനെ ബ്ലൈൻഡായിട്ട് നടക്കുന്ന കുറെ വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. പക്ഷേ യേശുവിന് അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. He wanted to deal further with Lazarus. അതുകൊണ്ട് അടുത്ത വചനം ഒന്ന് വായിച്ചേ, 44. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയിരുന്നു, മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലും, എവിടെ നിന്ന് പുറത്തു വന്നു? പഴയ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും, ഹലോ, പണ്ടായിരുന്ന ആ ബന്ധനത്തില്, ആ ബന്ധനമായിരുന്ന ആ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ റിലിജൻ എന്താ പറയുന്നത്, മതം, ആ സഭയിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും, ഹല്ലേലൂയ, പല വ്യക്തികളും ബന്ധനത്തിലാണ്. പുറത്തു വന്നെന്ന് പറയും, ഹല്ലേലൂയ, പക്ഷെ അതൊരു അകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് പല വ്യക്തികൾക്കും പഴയത് വിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. They have come out, but they are still in bondage. Are you with me? ഹല്ലേലൂയ. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? വായിച്ചു ഒന്നും കൂടെ. അവന്റെ കെട്ടഴിക്കുവിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് ഹല്ലേലൂയ. ദൈവത്തിന്റെ പറഞ്ഞു, ലൂസ് ഹിം. ടുഡേ സഹോദര സഹോദരി, വിശ്വാസി എന്ന് പറയുന്ന മിക്ക വ്യക്തികൾക്കും ആവശ്യമുള്ളത് യേശു ക്രിസ്തുവിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. The freedom that the word gives you. Hallelujah. അപ്പോൾ പല വ്യക്തികളും നേരത്തെ പറഞ്ഞതുപോലെ അവര് ആ കല്ലറയുടെ തുണി കൊണ്ട് ചുറ്റിക്കുക. They are bound with the grave cloths. Hallelujah. പിന്നെയും ഒരു ഒന്നും ചെയ്യുവാനും ചിന്തിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യമില്ല. അവര് പഴയ ആചാരവും അനുഷ്ഠാനവും നിയമവും പാരമ്പര്യം എല്ലാത്തിൻ്റെയും ബന്ധനത്തിൽ ഇപ്പോൾ പിന്നെയും കിടക്കുകയാണ്. പിന്നെ വേറെ ഒന്ന്, ദൈവത്തിൻ്റെ ആ വചനം വന്നപ്പോഴാണ്, ലൂസം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞ് അവിടെ മോചനം കിട്ടിയത്. നമുക്കറിയാം 2 കൊരിന്ത്യർ 3-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, Now the Lord is a spirit, and where the spirit of the Lord is, there is liberty. There is liberty where the spirit of the Lord is. എന്ന് വയ്യോ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, പിശാചിന്റെ അടിമത്തിൽ നിന്നും അവന്റെ ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ സേവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയില്ല. Are you with me? അപ്പോൾ പഴയ ബന്ധനത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടിയാൽ മാത്രമേ നമുക്ക് യേശു ആകുന്ന കർത്താവിൻ്റെ നമുക്ക് സേവിക്കുവാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ വചനം ഐസയ പ്രവചന പുസ്തകം 43-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? ബിസിനസ് ചെയ്യാൻ, അല്ലേ? ഹലോ, അല്ലേ?
ബിസിനസ് ചെയ്യാനായിട്ട്, ഇവിടെ കുറേ പൈസ ഉണ്ടാക്കാനുമാണ്. നമ്മുടെ ഓരോ അങ്ങനെ ക്രിസ്ത്യാനികൾ വളരെ സമ്പന്നമായ ഒരു കൂട്ടമാണ് എന്ന് ആൾക്കാർ പറയുവാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ആണോ? നമുക്ക് വായിച്ച് കേൾക്കാം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നുള്ളത്. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച രൂപപ്പെടുത്തി ഉണ്ടാക്കിയവരുമായ ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. He wants people who have been created for his glory. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ആ വ്യക്തിയിലാണ് ദൈവത്തിന് വേണ്ടി. അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ നമ്മൾക്ക് ദൈവത്തെ സേവിക്കുവാൻ പറ്റുകയില്ല. ആ സാന്നിധ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒരു ഫ്രീഡം വേണം, ഒരു സ്വാതന്ത്ര്യം വേണം. എങ്ങനെയാണ് നമുക്ക് ആ ഫ്രീഡം കിട്ടുന്നത്? നമ്മുടെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു മോചനം കിട്ടുന്നത്? ദൈവത്തിൻ്റെ വചനം ഐസയ പ്രവചന പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം പറയുന്നുണ്ട്, ദി അനോയിന്റിംഗ് ഓയിൽ വിൽ ഡിസ്ട്രോയ് ദ യോക്ക്. ദി അനോയിന്റിംഗ് ഓയിൽ വിൽ ഡിസ്ട്രോയ് ദ യോക്സ്. ഒന്ന് വായിക്കാമോ? 10:27 ഐസയ. ആ നാളിൽ അവന്റെ ഭാരം നിന്റെ ചുമലിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പറയലേ, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. പറയലേ, ഹല്ലേലൂയ. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആ അനോയിന്റിങ് നമ്മുടെ മുകളിൽ വരുമ്പോൾ. ആരാണ് അനോയിന്റിങ് ഓയിൽ കൊണ്ട് ആ നുകങ്ങളെ തകർക്കുന്നത്? പരിശുദ്ധാത്മാവ് തന്നെ നുകങ്ങളെ തകർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലാതെ നമുക്ക് ആ നുകങ്ങൾ തകർന്നു പോവുകയില്ല. നുകങ്ങൾ തകർന്നു പോയിട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുകയുമില്ല. പിന്നെ ദൈവത്തിൻ്റെ വചനം ഇതിപ്പം ഒന്ന് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ ലാസറസ് ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ട് ആയില്ല, ഒരു കാര്യവുമായില്ല. അവൻ്റെ ബന്ധനം വിട്ടു പോകണമായിരുന്നു. എങ്കിൽ മാത്രമേ അവന് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പറ്റുകയുണ്ടായിരുന്നു. പിന്നെ എസെക്കിയേൽ പ്രവചന പുസ്തകം 37-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ഇറ്റ്സ് എ വാലി ഓഫ് ഡ്രൈ ബോൺസ്, അല്ലേ? നമ്മളെല്ലാവരും വായിച്ച് വളരെയധികം പഠിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. എങ്കിലും 1-2 വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അല്ലേ, ദൈവത്തിൻ്റെ വചനം പറയാണ്, സഹോദര സഹോദരി, ഇത് വായിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ആഗ്രഹിക്കുന്നത് ദാറ്റ് യു ഹാവ് ടു പ്രൊഫസൈ, ദാറ്റ് യു ഹാവ് ടു സ്പീക്ക്. പ്രൊഫസൈ എന്ന് പറയുന്നത് ടു സ്പീക്ക്. ആർ യു വിത്ത് മീ? വിശ്വാസികൾക്ക് ഒരു ഡ്യൂട്ടി, ഒരു ദൗത്യമുണ്ട്. ദേ ഹാവ് ടു പ്രൊഫസൈ ദ വേർഡ്, ദ പ്രൊഫസൈ ലൈഫ്. ഐ വിത്ത് മീ? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ പ്രോവേർബ്സിൽ, ഡെത്ത് ആൻഡ് ലൈഫ് ഇസ് ഇൻ ദ പവർ ഓഫ് ദ ടങ് ആൻഡ് ദോസ് ഹു ലവ് ഇറ്റ് വിൽ ഈറ്റ് ഇറ്റ്സ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. അവർ സ്നേഹിക്കുന്നവർ അതിൻ്റെ കനി ഭക്ഷിക്കും. ഞാൻ എന്നാ പറയുന്നത്, പ്രവചിക്കുന്നത് ജീവനാണെങ്കിൽ ഞാൻ ആ ജീവൻ്റെ കനി ഞാൻ ഭക്ഷിക്കും. ഞാൻ പ്രവചിക്കുന്നത് മരണമാണെങ്കിൽ മരണത്തിൻ്റെ കനിയായിരിക്കും ഞാൻ ഭക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നതാണ്, ദൈവം പറയുകയാണ്, എസെക്കിയേൽ പ്രവാചകൻ പറയുക, പ്രൊഫസൈ പ്രൊഫസൈ പ്രൊഫസൈ. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? വി മസ്റ്റ് ഓൾസോ പ്രൊഫസൈ. പ്രവചിക്കണം. ആരുടെ മുകളിൽ? നമ്മുടെ മക്കളുടെ മുകളിൽ. ആരുടെ മുകളിൽ? നമ്മുടെ സഭയുടെ മുകളിൽ. ആരുടെ മുകളിൽ? ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന വ്യക്തികളുടെ മുകളിൽ. ഹല്ലേലൂയ. ആരുടെ മുകളിൽ? ദൈവത്തിന് വേണ്ടി പണിതുയർത്തിയ ദേവാലയങ്ങളിലെ വിഗ്രഹാരാധന ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി. We have to prophesy that there will come a time when ആ ബന്ധനത്തിൽ നിന്നും ആ കല്ലറയിൽ നിന്നും അവർക്കെല്ലാവർക്കും ഒരു ജീവൻ കിട്ടി പുറത്തു വരുമെന്നാണ്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് പോവാം. 37-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വായിക്കാം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. അപ്പം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, എവിടെ മരണമുണ്ടോ, എവിടെ ഒരു ഉണങ്ങിയ അവസ്ഥയാണെങ്കിൽ അവിടെ ജീവൻ തരാൻ പറ്റുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ജീവൻ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനത്തിൽ പറയുന്നത്, ജഡം ഒന്നിനും ഉപയോഗിക്കാം. That the flesh profits nothing. It is a spirit that gives life. The words that I speak to you, they are spirit and they are life. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ വെറുതെ പ്രവചിക്കേണ്ടത്, നിനക്ക് നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിന് പുറത്ത് നമ്മൾ പ്രവചിക്കാൻ പാടില്ല. അത് പ്രവചനമാകുകയില്ല. ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ ഏതവസ്ഥയാണെങ്കിലും അവിടെ ജീവനുണ്ടാവും. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അടുത്ത വചനം ഒന്ന് വായിച്ചേ.
യഹോവയായ ദൈവം ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം അയക്കും. ഹല്ലേലൂയ. അപ്പോൾ ജീവന്റെ ഉറവിടം എവിടെയാണ്? ദൈവത്തിന്റെ ആത്മാവാണ്. ദ ബ്രെത്ത് ഓഫ് ഗോഡ്. ആർ യു വിത്ത് മീ? ജീവന്റെ ഉറവിടം ദ ബ്രെത്ത് ഓഫ് ഗോഡ്. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഐ വിൽ ഗിവ് യു ദ ബ്രെത്ത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സഹോദര സഹോദരി, നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം വലിയ ഫൈൽമാനെ പോലെ ആയിരിക്കും, പക്ഷെ അകത്ത് ഒരു മരണമായിരിക്കാം. ആർ യു വിത്ത് മീ? പക്ഷേ നമ്മളുടെ ആത്മാവിന് ഒരു ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വേണം. അടുത്തൊന്ന് വായിച്ചേ. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്ക് കൊണ്ട് പൊതിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം അയക്കും. ഞാൻ യഹോവ ആകുന്നുവെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഏതവസ്ഥയാണെങ്കിലും നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ അവിടെ നിന്ന് ഒരു വിടുതൽ തന്ന് വീണ്ടെടുക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഏതവസ്ഥയായാലും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ ഏതവസ്ഥയാണെങ്കിലും അവിടെ ജീവൻ പകരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹലോ, പാവം, അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം അവിടെ പ്രവചിക്കണം. യു മസ്റ്റ് സ്പീക്ക് ലൈഫ് അൺടു ദീസ് പീപ്പിൾ. ആർ യു വിത്ത് മീ? അടുത്ത വചനം ഒന്ന് വായിക്കാം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു ഇരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് ചേർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, വചനം നമുക്കറിയാം. ദൈവം ഈ സൃഷ്ടികർമ്മം മുഴുവൻ ചെയ്തത് എങ്ങനെയാണ്? വചനം വഴിയാണ്, അല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വെളിച്ചമുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ അവിടെ വചനം ഇസ് ക്രിയേറ്റീവ് വേർഡ്. വചനം സൃഷ്ടി കർമ്മം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹി കോൾഡ് ടു എക്സിസ്റ്റൻസ് തിങ്സ് വിച്ച് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ആസ് ദോ ദേ എക്സിസ്റ്റഡ്. ആർ യു വിത്ത് മീ? He called to existence things which did not exist as though they existed, because when he called things got created. Hallelujah. Are you with me? Hallelujah. Because when he called things got created. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹോദര സഹോദരി നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. സ്പീക്ക് ലൈഫ്. ആദ്യം എവിടെയാണ് സംസാരിക്കേണ്ടത്? നമ്മളോട് തന്നെ സംസാരിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഒരു രോഗബാധ ഉണ്ടെങ്കിൽ I must speak to myself that I am healed. Are you with me? Are you with me? Then the healing gets released. Are you with me? നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയാണെങ്കിലും you have to speak into that situation. You have to release your faith into that situation, and then you will find that God's word starts creating things. It starts creating a healing. It starts creating a abundance in your life. Are you with me? So you have to speak the words. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അനുസരണയിൽ ആ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവചിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ പറയുന്നത്, and there was a noise and suddenly a rattling and the bones came together, bone to bone. പിന്നെ അടുത്ത വായിക്കാം 8. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ ത്വക്ക് പൊതിയുകയും ചെയ്തു, എന്നാൽ അവയിൽ ശ്വാസമില്ലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എന്ത് സംഭവിച്ചു? There was a flesh ഉണ്ടായി, പക്ഷെ ജീവനില്ലായിരുന്നു. There was no breath. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ജഡം, മറ്റേത് നമ്മുടെ ആത്മാവ്. There is a distinction here. അപ്പോൾ അവിടെ പ്രവചിച്ചപ്പോൾ ആദ്യം പ്രവചിച്ചത് എന്തുണ്ടായി? There was the flesh was created, the bone to bone, the sinews and the flesh and the skin. അത് വന്നിട്ട് ആ മനുഷ്യനുണ്ടായി, പക്ഷേ അവിടെ ജീവനില്ലായിരുന്നു. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടില്ലേ? The flesh profits nothing. It is the spirit that gives life. അപ്പോൾ അടുത്ത വചനം ദൈവം പറഞ്ഞു, ആ ഫ്ലെഷിന് ജീവൻ കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുക്കണം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ കാറ്റിനോട് പ്രവചിക്കേണ്ടത്, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിലേക്ക് വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോഴാണ് അവർ ഒരു സൈന്യമായിട്ട് ദൈവത്തിന് വേണ്ടി ഉയർന്നെഴുന്നേറ്റത്. Today
ജഡത്തിലുള്ള വളരെയധികം വ്യക്തികൾ കാണുമായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കോടിക്കണക്കിന് ആൾക്കാർ വിശ്വാസികളാണ് എന്ന് പറയുന്നുണ്ടായിരിക്കും, അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അയ്യുതേ, കാരണം അവിടെ ആ ബോൺ ടു ബോൺ വന്നു, സിന്യൂസ് വന്നു, ഫ്ലഷ് വന്നു, സ്കിൻ വന്ന വ്യക്തികൾക്ക് ദൈവത്തിന് ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോഴാണ് they rose up like a mighty army for the Lord. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ജഡമല്ല, നമ്മൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആയുദ്മി ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കരബലത്താലല്ല സൈന്യബലത്താലല്ല എൻ്റെ ആത്മാവിലാണ് എന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. സോ വാട്ട് വി നീഡ് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വചനം ഒന്ന് വായിക്കോ. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ടുള്ള ദൗത്യം എന്താണെന്നുള്ളത്. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹം മുഴുവനും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ നിശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നവർ പറയുന്നു. അതെ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? ഇവിടെ പറയുന്നത്, then he said to me, son of man, these bones are the whole house of Israel. They indeed say, our bones are dry, our hope is lost, and we ourselves are cut off. എന്ന് പറയുന്ന ഈ വചനം ഇന്ന് നമ്മളുടെ ലോകത്തിൽ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സഭ വിശ്വാസികൾ എന്ന് പറയുന്ന കോടിക്കണക്കിന് വ്യക്തികൾ, they are dry bones for the kingdom of God. ഒരു പ്രയോജനവുമില്ലാതെ മരിച്ച് ഉണങ്ങി കിടക്കുന്ന എല്ലുകൾ മാത്രമാണ്. അവരുടെ പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ മേല, ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ജനം. സഹോദര സഹോദരി, നമ്മൾ ആ ഓരോ വ്യക്തികളും ഇവിടെ വിരിക്കുന്നത് ഒരു പ്രവാചകനാണ്. ദൈവത്തിൻ്റെ വചനം പ്രവചിക്കാനുള്ള ഒരു കടമയുണ്ട്. You have to speak to those dry bones who are there outside. പല സഭകളിലും ദൈവത്തിൻ്റെ വചനം അറിയാതെ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റാതെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആടുകളാണ്. അവരോട് നിങ്ങൾ പ്രവചിക്കണം. You have to speak to them life. How many of you are willing to do that? You will find, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു വലിയൊരു the army of God will be risen up. Hallelujah. ഒരു വലിയൊരു സൈന്യം ഉയർന്നെഴുന്നേൽക്കും. But we have to speak. അതുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്തു? Therefore prophesy and say to them, thus says the Lord God, behold, O my people. ദൈവത്തിൻ്റെ ജനമാണ് സഹോദര സഹോദരി. ആ സത്യം അറിയാതെ ഹോസിയ പ്രവാചകൻ പറയുന്നത് പോലെ അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു പോവുക എന്ന് പറയുന്ന അനേക കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന എന്ന് പറയുന്ന വ്യക്തികളുണ്ട്, പക്ഷെ യേശുവുമായിട്ട് വ്യക്തിപരമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. അവർ നോക്കുന്നത് ഏതാണ്? സഭയാണ് നോക്കുന്നത്. അവർ നോക്കുന്നത് എന്താണ്? മതത്തെയാണ് നോക്കുന്നത്. അവർ നോക്കുന്ന നിയമത്തെയും ബന്ധനം എന്നാ പറഞ്ഞത്, നിയമമാകുന്ന ബന്ധനത്തെയും, ഹല്ലേലൂയ, പാരമ്പര്യത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെയാണ് അവർ നോക്കുന്നത്. അതിലാണ് രക്ഷ എന്ന് കരുതി ജീവിക്കുന്ന ഒരു വ്യക്തി. ദൈവത്തെ സംബന്ധിച്ച് അവർ മരിച്ചവരാണ്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട്, ജീവൻ പ്രവചിക്കാനായിട്ട്. ടു സ്പീക്ക് ലൈഫ് ഓവർ ദം. How many of you are willing to do that? Hallelujah. അപ്പോൾ പറയുന്നത്, behold, O my people, I will open your graves and cause you to come up from your graves and bring you into the land of Israel. Hallelujah. Oh, what a great thing, my dear brother, my sister. The Lord is saying, നമ്മൾ പ്രവചിക്കുമ്പോൾ he will open the graves and he will bring them up from the graves and cause them to enter into the promised land, into his rest. പക്ഷെ അത് പ്രവചിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ചിലപ്പോൾ പ്രവചിക്കണം നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളോടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പണ്ടുണ്ടായിരുന്ന സഭയിലെ വ്യക്തികളോടായിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ആ സഭകൾ നയിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളോട് വേണം പ്രവചിക്കാനായിട്ട്. Are you with me? Hallelujah. 12-ാമത്തെ വചനം വായിച്ചേ. അതുകൊണ്ട് നീ അവരോട് പ്രവചിക്കേണ്ടത്, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ,
ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ ആകുന്നു എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. സഹോദര സഹോദരി, ഇത് ചരിത്രമല്ല. നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് അനേക കൊല്ലങ്ങൾ മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പഠിക്കുന്നത് ഇന്ന് സംഭവിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിന് എന്ത് കാലമാണ് പറയുന്നത്? പ്രസന്റ് ടെൻസ് പറയുന്നത് വർത്തമാനം സംസാരിക്കുന്ന വർത്തമാന കാലത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇത് ചരിത്രമല്ല. Are you with me? We have to speak. There are so many people, even your near and dear ones. നമ്മുടെ സ്വന്തക്കാര് ആ മരണക്കുഴിയിൽ കിടക്കുകയാണ്. അവരോട് ദൈവത്തിന്റെ ആ സത്യവചനം പ്രവചിക്കണം. You have to speak life to them. And ദൈവത്തിന്റെ വചനം പറയുന്നത് I will open their graves. അവരുടെ കുരിയിടങ്ങൾ ഞാൻ തുറക്കും, അവിടെ നിന്ന് അവരെ പൊക്കും, ഞാൻ ദൈവരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകും. Hallelujah. It is time that we started doing this. Hallelujah. അടുത്തൊന്ന് വായിച്ചേ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ദൈവം ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾ അറിയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരേ കാര്യം ചെയ്താൽ മതി സഹോദര സഹോദരി. ആ വചനങ്ങൾ പ്രവചിക്കുക, ജീവന്റെ വചനങ്ങൾ ആസ്തികളോട് സംസാരിക്കുക. അപ്പോൾ ദൈവം എന്താ പറയുന്നത്? ഞാൻ കർത്താവായതുകൊണ്ട്, ഞാൻ സംസാരിച്ചതുകൊണ്ട് ഞാനത് പ്രവർത്തിക്കും. Are you with me? നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ കുഴിയിൽ നിന്ന് പൊക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി. ഞാൻ കർത്താവായ ദൈവമായതുകൊണ്ട്, ഞാൻ അത് സംസാരിച്ചതുകൊണ്ട് ഞാനത് പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനം റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, എബ്രഹാം വിശ്വസിച്ചതിന്റെ കാര്യം എന്താണ്? He believed because he believed that he who promised is able to perform. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദാനം തന്നവന് അത് പ്രവർത്തിക്കുവാൻ കഴിവുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. ഇന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരും വ്യക്തിപരമായി പറയുകയാണ് സഹോദര സഹോദരി, ആ കുഴിയിലുള്ളവരോട് ജീവന്റെ വചനങ്ങൾ പ്രവചിക്കുക. That you will live, breathe life into them. Hallelujah.